ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തമിഴിൽ കണ്ട പോലെ തന്നെ ഒന്ന് സ്മാർട്ട് ആയാലോ? ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ വിചലിമ്പിച്ച കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോണേന്ന്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോട്ട കാര്യങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി പോണേ. ഈ ഇല്ലേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ, ആർക്കെങ്കിലും പൈസ കൊടുക്കാനുള്ളത്, വാങ്ങാനുള്ളത്, ഇങ്ങനെ മുതലായ സംഗതികളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അത് ബുക്കിലായിരിക്കാം, പേപ്പറിലായിരിക്കാം, ഫോണിലായിരിക്കാം, ലാപ്ടോപ്പിലായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ശീലമുള്ളവർ ആരൊക്കെയുണ്ട്? എനിക്കിങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഒരു ദിവസം ചെയ്ത് തീർക്കേണ്ട സംഗതികൾ വരെ എനിക്ക് പേപ്പറിൽ എഴുതാനാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ എനിക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഈ ഒരു ശീലം ഉണ്ടല്ലോ, ഞാൻ ജോലിക്ക് കയറിയിട്ട് ഫസ്റ്റ് തന്നെ നാട്ടിൽ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മാനേജർ, ആ പുള്ളിക്കാരൻ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ എനിക്കൊരു ശീലം. എപ്പോഴും ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, നിങ്ങൾ എല്ലാ ദിവസവും വരുമ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ നോട്ട് പാഡിൽ എഴുതി വെക്കുക. എന്നിട്ട് ഓരോന്ന് ചെയ്ത് തീർക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളിങ്ങനെ ടിക്കറ്റ് പോവാന്ന് പറയും. അപ്പോൾ ആ ഒരു ശീലം അപ്പോഴേക്ക് തന്നെ ഞാനിങ്ങനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സീരിയസ്ലി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ രാവിലെ ഇന്ന് ചെന്നിട്ട് ഒരു 10 കാര്യങ്ങൾ അതിനുള്ളിൽ ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ആ 10 കാര്യങ്ങളും ടിക്ക് വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഞാൻ ഇന്ന് വെറുതെ ഇരുന്നിട്ടില്ല, ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് ഞാൻ വർക്ക് ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾക്ക് ഭയങ്കര ഞാൻ ആൾ കൊള്ളാലോ എന്ന് നമുക്ക് തന്നെ സ്വയമേ തോന്നും. ഇത് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിട്ട്, ഇപ്പോൾ ക്ലീൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കുക്കിംഗ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിട്ട് കഴിയണതിനനുസരിച്ചിട്ട് ടിക്കിട്ട് പോകുമ്പോൾ എല്ലാത്തിലും ടിക്ക് വീണ് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണത്. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും ആ അനുഭൂതി. അപ്പോൾ പിന്നെ ഇല്ലാതെ ഈ ഒരു സന്തോഷം മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്. അതായത് ഈ ജോലി നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഓരോ പ്രിയോറിറ്റി ഉണ്ടായിരിക്കില്ല. ഇന്നതാണ് കേട്ടോ ഫസ്റ്റ് തീർക്കണ്ടേ, മറ്റേത് ലാസ്റ്റ് തീർത്താലും നമ്മൾക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ള ഓരോരോ സംഭവം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു പ്രിയോറിറ്റി ബേസിസിലായിരിക്കും നമ്മളിങ്ങനെ എഴുതി വെക്കുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ചിട്ടയായിട്ട് കാര്യങ്ങൾ തീർക്കാനും, ഓക്കെ ഇന്നത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ പ്രോപ്പറായിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനും ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു അനുഭൂതി നമുക്ക് കിട്ടാനും ഈ എഴുതി വെക്കുന്ന ശീലം നിങ്ങളെ ഹെൽപ്പാക്കും. പക്ഷെ കുറേ ആൾക്കാർക്ക് സീരീസിൽ എനിക്ക് കമൻസ് വരാറുണ്ട്. അവർ പറയും എഴുതി വെക്കുന്ന സമയം കൊണ്ട് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ അവരോട് പറയും, നിങ്ങളത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ പോവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നീട് ചിലപ്പോൾ മന്ത് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛന്മാരുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അമ്മമാരൊക്കെ മറ്റേ സൂപ്പർ വുമൺ ആയിട്ട് പാറിപ്പറന്ന് അടുക്കളയിൽ നിന്നൊക്കെ പോയിട്ട് എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ചിട്ട് കുറച്ച് പൈസ ആയിട്ടൊക്കെ വരണ സീൻസൊക്കെ ചില വീടുകളിൽ ഉണ്ടാവാറുണ്ട്. അതവർക്ക് എവിടെന്നാ പൈസ കിട്ടണേ? അവർ ഈ എവിടെന്നെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെ ചെറിയൊരു 5 രൂപയോ 10 രൂപയോ ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് അരിക്കലത്തിലും ജീരകത്തിൻ്റെ ഡപ്പയിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ട് അവരിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പൈസയൊക്കെ ആയിരിക്കും ആവശ്യഘട്ടങ്ങളിൽ നമ്മൾക്ക് എടുത്ത് തരേണ്ടതുണ്ടാവാം. ഇതേപോലെ ഉണ്ടല്ലോ, നമ്മളും ഒരു കുടുക്കയൊക്കെ അങ്ങ് മേടിക്കാം. ഇനിയിപ്പോൾ കുടുക്ക മേടിക്കാൻ പറ്റില്ലെന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചാലും മതി. എനിക്കൊരു കുടുക്കയുണ്ട്. ഈ കുടുക്ക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സംഗതികളൊന്നും അല്ല കേട്ടോ. അതിന് പ്രായപരിധി ഒന്നും അതിനുള്ളിൽ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ആ ഒരു കുടുക്ക മേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിലുണ്ടല്ലോ പറ്റാച്ച ഉണ്ടെങ്കിൽ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടല്ലോ, നമ്മൾ വളരെ ചെറിയ എമൗണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന, നമ്മളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റും എന്ന് അറിയുന്ന ഒരു തുക ഉണ്ടാവില്ലേ, അത് നമ്മളിങ്ങനെ മാറ്റി വെക്കുക. അത് മാറ്റി വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ സേവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആ പൈസ ആയിരിക്കും നമ്മൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ആവശ്യ സമയത്ത് അങ്ങനെയല്ലേ പറയാം, ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, ഞങ്ങളിങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ മേടിക്കും. അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ആ സാധനം മേടിക്കാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് മൊത്തത്തിൽ അങ്ങ് താളം തെറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പൈസയായിട്ട് കൂട്ടി വെച്ചിട്ട് അപ്പോൾ നമ്മൾക്ക് ആ പോയി സാധനം മേടിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമ്മളുടെ ബഡ്ജറ്റിനെ ബാധിക്കുകയും ചെയ്യില്ല. പിന്നെ പ്രത്യേകിച്ചും പ്രവാസികൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഒരു കുടുക്ക വെക്കുന്നത് എനിക്കറിയാം. അവരത് വെക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സാധനം കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളും ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇങ്ങനെ കൂട്ടി കുടുക്കയിൽ ഇട്ട് വെക്കും. നാട്ടിൽ പോകുമ്പോൾ ആ കുടുക്ക പൊട്ടിച്ചിട്ട് ആ കുടുക്കയിൽ എത്ര രൂപയാണ് ഉള്ളത്
ആ രൂപയ്ക്ക് നമ്മൾ ഷോപ്പിംഗ് നടത്താം. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ബജറ്റിൻ്റെ താളം തെറ്റത്തുമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് നടക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല കേട്ടാ, ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പൈസ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ, നമുക്കൊന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾക്ക് വേറെ ആരെയും പെട്ടെന്ന് പോയി ചോദിക്കേണ്ട വരില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 രൂപ 20 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ചിലപ്പോൾ ഈ പൈസ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഷർട്ട് അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മളത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇനി ഭർത്താവിൻ്റെ ഷർട്ടിൽ നിന്ന് പൈസയൊക്കെ തിരികെ മാറ്റിയിട്ട് ഭർത്താവിൻ്റെ നിന്ന് ചീത്ത കേട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ഇടല്ലേ. ഈ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണതിൻ്റെ സംഭവത്തിൽ ഒരു കാര്യം ഞാൻ മിസ്സായി പോയി. നമ്മുടെയൊക്കെ വീട്ടിൽ അടുക്കളയിൽ ഒരു കലണ്ടർ ഉണ്ടാവില്ല. ആ കലണ്ടറിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ, പാല് കൊടുക്കേണ്ട ഡേറ്റ്, കറണ്ട് ബില്ല് കൊടുക്കേണ്ട ഡേറ്റ്, അപ്പുറത്തെ വീട്ടിലെ മാമൻ്റെ മോൻ്റെ കല്യാണം, അപ്പുറത്തെ വീട്ടിലെ മാമൻ്റെ കൊച്ചിൻ്റെ ചോറൂണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലേ. അത് നമ്മൾക്ക് അറിയാം, നമ്മൾക്ക് ഒരു 1000 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഈ ഒരു സംഭവം മിസ്സായി പോകും എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ആ കലണ്ടറിൽ പോയിട്ട് എഴുതി വെക്കണത്. അത്രയൊക്കെ തന്നെയാണ് ടു ഡു ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഡു ലിസ്റ്റ് എഴുതുന്നത് ഒരിക്കലും നമ്മൾക്കൊരു എക്സ്ട്രാ വർക്കല്ല, നമ്മുടെ ജോലി ഈസി ആക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ടു ഡു ലിസ്റ്റ്. ഞാൻ ഈ ടു ഡു ലിസ്റ്റ് പിന്നെയും എടുത്തെടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ, ടു ഡു ലിസ്റ്റിന് എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ്. കുറച്ച് കമൻസ് ഒക്കെ വരാറുണ്ട്, എനിക്ക് ടു ഡു ലിസ്റ്റ് ടു ഡു ലിസ്റ്റ് എഴുതുന്ന നേരം കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ ചില കമൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും എൻ്റെ ടു ഡു ലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. പിന്നെ ഇല്ലേ, നിങ്ങൾക്ക് വായിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ചെറിയ തോതിൽ നമ്മളൊരു റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ വായനാശീലം വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇന്നിപ്പം ഫോണും നെറ്റും സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് ഇതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് ആ സംഭവം. അപ്പം അതുകൊണ്ട് പിന്നെ ഈ പൊതുവേ നമ്മൾ ഈ അതായത് അമ്മമാരെ നമ്മൾ കളിയാക്കൂലേ, ഞാനൊക്കെ കുറേ കളിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതിൻ്റെ ABCD പോലും അവർക്കറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അവരെന്തെങ്കിലുമൊക്കെ ഈവൻ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. ഞാൻ കളിയാക്കാറുണ്ട് കേട്ടോ, നിങ്ങളും ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കളിയാക്കലുകളൊക്കെ നമുക്കും കിട്ടരുതല്ലോ. അതായത് നാട് ഓടുന്നതിനനുസരിച്ച് നടുവേ ഓടണം എന്നല്ലേ പറയാം. അപ്പോൾ ഇങ്ങനെ വായനാശീലങ്ങളൊക്കെ നിങ്ങൾ ഒരു ദിവസം കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കാം. വായിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഈ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ പഠിക്കുക. ഈ പറയണ പോലെ നാട് ഓടുമ്പോൾ നടുവേ അങ്ങ് ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒരു 25 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വയ്യായികയാണ്. എനിക്കും വയ്യായികയാണ്, കാലുവേദന, തലവേദന, നെഞ്ചുവേദന. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനും കൂടെ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം കേട്ടോ. ഒരു ദിവസത്തിൽ ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലും എക്സസൈസോ നടക്കാനൊക്കെ ശ്രമിക്കുക. ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. സീരിയസ്ലി എനിക്കറിയില്ല നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയോ എന്ന്. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.